ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിലേറെ സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദൈവഹിതത്തിനനുസരിച്ച് നമ്മെ സ്വയം രൂപപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാകുന്നു ഈ നോമ്പ് കാലഘട്ടം. ഭക്ഷണസുഖത്തെ വെടിഞ്ഞ് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിക്കാത്തവന് ആഹാരം ആവശ്യമായി വരികയാണ്. വിശപ്പിന്റെ വേദന എന്തെന്നു കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാകുന്നു. ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൂടി മാത്രമല്ല, യെശയ്യാ പ്രവചനം 58 അധ്യായം 7 വാക്യം പ്രകാരം പറയുന്നു: വിശപ്പുള്ളവന് നിന്റെ അപ്പം വിഭാഗിച്ചു കൊടുക്കുക, പരദേശികളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുക, നഗ്നനെ കണ്ടാൽ അവന് വസ്ത്രം കൊടുക്കുക എന്നുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് ഈ നോമ്പ് നമുക്ക് തരുന്നത്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുള്ള നോമ്പിന്റെ പ്രാർത്ഥനകൾ, അവയുടെ വരികളുടെ അർത്ഥമറിഞ്ഞ് ചൊല്ലുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കഷ്ടപ്പാടുകളെയും ത്യാഗങ്ങളെയും സ്വീകരിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു സഭയാണ് നമ്മുടേത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോയേക്കാം, പല പ്രതിസന്ധികൾ നേരിട്ടേക്കാം. അപ്പോഴൊക്കെ നമുക്ക് താങ്ങായും തണലായി നിൽക്കുന്നത് പ്രാർത്ഥനയും നോമ്പും ഉപവാസവുമാകുന്നു. ആയതിനാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒന്ന് പുനഃക്രമീകരിച്ച് നമ്മുടെ മനസ്സും ശരീരവും വിശദീകരിക്കപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ത്യാഗത്തെ ഓർത്തു വാഴ്ത്താം.